ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച നടത്താനിരുന്ന ഹോട്ടൽ ഉടമകളുടെ സമരം പിൻവലിച്ചു. സിവിൽ സപ്ലൈസ് കമ്മീഷണർ നടത്തിയ ചർച്ചയിലാണ് സമരം മാറ്റിവെക്കാനുള്ള തീരുമാനം. പാചകവാതക പ്രതിസന്ധി കണക്കിലെടുത്ത് ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതകം ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാർച്ച് 23-ന് കടകളടച്ച് പ്രതിഷേധം പ്രഖ്യാപിച്ചത്. എന്നാൽ സിവിൽ സപ്ലൈസ് കമ്മീഷണർ അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സമരം പിൻവലിച്ചു. 20% സിലിണ്ടറുകൾ വിതരണം ചെയ്യാമെന്നും ഹോട്ടലുകളെ അവശ്യ സേവന വിഭാഗമായി അംഗീകരിക്കുന്നത് പരിഗണിക്കാമെന്നും കമ്മീഷണർ ഉറപ്പു നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചത്. സാഹചര്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് സിലിണ്ടർ വിതരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കും. പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യമുള്ള പ്രദേശങ്ങളിൽ ഹോട്ടലുകൾക്ക് വേഗത്തിൽ കണക്ഷൻ നൽകും. എല്ലാ ജില്ലയിലും സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ KHRA പ്രതിനിധികളെ ഉൾപ്പെടുത്തി സിലിണ്ടർ വിതരണം ഏകോപിപ്പിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോഴിക്കോട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച 5ഇടങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നൊടുക്കും. ഇതിനായി ദ്രുതകർമ്മസേനയെ സജ്ജമാക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ പഞ്ചായത്തുകളിലും നല്ലളത്തുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഇവിടേക്കോ പുറത്തേക്കോ കോഴികളെയും മറ്റും കൊണ്ടുപോകരുത്. കൂടാതെ ദ്രുതകർമ്മസേനയുടെ സഹായത്തോടെ പക്ഷികളെ കൊന്നൊടുക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് ഇത് നടപ്പിലാക്കുക. 14,228 വളർത്തുപക്ഷികളെയാണ് കൊന്നൊടുക്കുക. ഒപ്പം മുട്ട, തീറ്റ എന്നിവയും നശിപ്പിക്കും. രോഗം ബാധിച്ച പക്ഷികളെ കണ്ടെത്തി കൊല്ലുന്ന മോപ്പിംഗ്, ഉടമസ്ഥർ ഒളിപ്പിച്ചതോ മറ്റിടങ്ങളിലേക്ക് കടത്തിയതോ ആയ പക്ഷികളുണ്ടെങ്കിൽ അവയെ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന കോമ്പിംഗ് തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടമായി നടപ്പാക്കും. നിലവിൽ രോഗം സ്ഥിരീകരിച്ച ഒളവണ്ണ, കക്കോടി, പനങ്ങാട്, പെരുമണ്ണ കോർപ്പറേഷൻ പരിധിയിലെ 4 വീതം RRT ടീമുകളെ സജ്ജമാക്കി. നിലവിൽ മനുഷ്യരിലേക്ക് അസുഖം പടർന്നിട്ടില്ല. എന്നാൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറയുന്നു. ഏവിയൻസ് ഇൻഫ്ലുവൻസ H5N1 വകഭേദമാണ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ കൺട്രോൾ റൂമും തുറന്നു. ഇതിനു മുൻപ് 2024 ജില്ലയിലെ ചെറുവണ്ണൂർ ഭാഗത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പക്ഷികളെ കൊല്ലുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില വർദ്ധിപ്പിച്ചു. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ എന്നീ കമ്പനികൾ ലിറ്ററിന് 2.09 മുതൽ 2.35 രൂപ വരെയാണ് വില കൂട്ടിയത്. എന്നാൽ സാധാരണ പെട്രോളിന്റെ വില കൂട്ടിയിട്ടില്ലെന്ന് കമ്പനികൾ അറിയിച്ചു. വ്യവസായിക ആവശ്യത്തിനുള്ള ഡീസൽ വില IOCL 87.57 രൂപയിൽ നിന്നും 109.59 രൂപയായി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാത മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വേനൽക്കടുത്തോടെയാണ് സൂര്യാഘാത മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രംഗത്തെത്തിയത്. പുറത്തു പോകേണ്ടാത്ത സാഹചര്യത്തിൽ പരമാവധി വീടിനുള്ളിൽ തന്നെ ഇരിക്കാനും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. പുറത്തിറങ്ങുമ്പോൾ വെള്ളയല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. ആഹാരകാര്യത്തിൽ ലഘുവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. പുറത്തു പോകുമ്പോൾ തലയും മുഖവും കൂടുതൽ സംരക്ഷിക്കുക. ഇതിനായി സൺസ്ക്രീൻ, കുട, തൊപ്പി എന്നിവ ഉപയോഗിക്കുക. കനത്ത ചൂടിൽ നിന്നും രക്ഷ നേടാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം ലഭ്യമാക്കുക. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ, വികലാംഗർ എന്നിവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം. കേന്ദ്ര, സംസ്ഥാന കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രഥമ ശുശ്രൂഷ പഠിക്കാൻ ശ്രമിക്കണമെന്നും മുൻകരുതൽ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 2ാം ഘട്ട പട്ടികയും പുറത്തുവന്നത്. 37 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. 40 സീറ്റുകളിൽ 3 സീറ്റുകളിലേക്ക് സ്വതന്ത്രരെ പരിഗണിക്കുന്നുണ്ട്. അതിനാൽ നിലവിൽ 37 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കെ. സുധാകരൻ അവകാശവാദം ഉന്നയിച്ച കണ്ണൂരിൽ TO മോഹനൻ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. പെരുമ്പാവൂർ സീറ്റ് ആവശ്യപ്പെട്ടു നിന്ന എൽദോസ് കുന്നപ്പിള്ളി MLAയ്ക്കും നിരാശയാണ്. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടനാണ് സ്ഥാനാർത്ഥി. കോന്നിയിൽ
സതീഷ് കൊച്ചുപറമ്പിലും കൊച്ചിയിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും മത്സരിക്കും. ദീപ്തി മേരി വർഗീസ് കൊച്ചി സീറ്റിനായി അവകാശം ഉന്നയിച്ചിരുന്നു. BJP വിട്ടുവന്ന സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്ന് ജനവിധി തേടും. നേമത്ത് KS ശബരിനാഥനും അരുവിക്കരയിൽ VS ശിവകുമാറും കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദും മത്സരിക്കും. M ലിജുവാണ് കായംകുളത്തെ സ്ഥാനാർത്ഥി. അബിൻ വർക്കി ആറന്മുളയിലും പഴകുളം മധു റാന്നിയിലും ജനവിധി തേടും. കണ്ണൂരിൽ മത്സരിക്കണമെന്ന K സുധാകരന്റെ പിടിവാശിയാണ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കാൻ കാരണം. സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നിലപാടെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ യുദ്ധം ശമനമില്ലാതെ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ വെൽനസ് വിനോദസഞ്ചാര മേഖലകളെ സാരമായി ബാധിക്കുന്നു. യുദ്ധം നീണ്ടുനിന്നാൽ മെഡിക്കൽ ടൂറിസം മേഖലയിൽ കോടികൾ നിക്ഷേപിച്ചവർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് വിലയിരുത്തൽ. പ്രധാന ടൂറിസം സീസൺ അവസാനിച്ചെങ്കിലും മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിലെ ടൂറിസം മേഖല സജീവമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ടൂറിസം സീസൺ മാർച്ചിൽ അവസാനിച്ച ശേഷവും ഹോം സ്റ്റേകളിലേക്ക് ആഭ്യന്തര സഞ്ചാരികൾ കൂടുതലായി വരാറുണ്ട്. എന്നാൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി നടത്തിപ്പുകാർ പറയുന്നു. മൂന്നാറിലെയും വയനാട്ടിലെയും ഹിൽ സ്റ്റേഷനുകളിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്. മുൻ വർഷങ്ങളിൽ കടുത്ത വേനലിലും ഈ കേന്ദ്രത്തിലേക്ക് ആഭ്യന്തര സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. ഭക്ഷണ പ്രതിസന്ധി രൂക്ഷമായതോടെ ഇത്തവണ വേനൽക്കാല യാത്രക്കാരുടെ വരവിൽ വലിയ കുറവുണ്ടാകും. മൂന്നാറിൽ അവധിക്കാല ബുക്കിംഗുകൾ പലതും റദ്ദാക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. കേരളത്തിന് കോടികളുടെ വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണ് മെഡിക്കൽ ടൂറിസം. ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് ഓരോ വർഷവും കേരളത്തിലെത്തിയിരുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ വിദേശികളുടെ വരവ് തീർത്തും കുറഞ്ഞു. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചതാണ് ചികിത്സയ്ക്കായി വരുന്ന വിദേശികളുടെ എണ്ണം കുറയാൻ പ്രധാന കാരണം. യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ തീർത്തും കുറവാണ്. ഇതും വിദേശികളുടെ വരവിന് തടസ്സം സൃഷ്ടിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നതോടെ മെഡിക്കൽ ടൂറിസം തിരിച്ചുവരുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.